ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുനാ യൗമ യഅതി الناس ബിൽഹുജജി വമരീദൻ അൻത സായിറുഹു ഖദ് അതാഹു അല്ലാഹു ബിൽഫറജി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യന്റെ മനസ്സിലങ്ങ് കയറിക്കൂടിയാൽ, ഒരു വീട്ടിലങ്ങ് കടന്നാൽ, ഒരാളുടെ മനസ്സിൽ മുത്തുനബി കുടിയിരുന്നാൽ എപ്പോഴും ചിന്ത അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന ചിന്തയാണ്. മുത്തുനബിയുടെ പേരിൽ സംഘടിപ്പിക്കുന്ന സദസ്സ് എവിടെയുണ്ടോ, സ്വലാത്തിന്റെ മജ്ലിസ് ഉണ്ടോ, അത് ആഴ്ചയിലായിരിക്കട്ടെ മാസത്തിലായിരിക്കട്ടെ, അവിടെ പങ്കെടുക്കണമെന്ന ചിന്തയാണ്. ഏത് വിഷയമുണ്ടെങ്കിലും മുത്തുനബിയുടെ സദസ്സുണ്ടായാൽ അതിനുവേണ്ടി മറ്റുള്ളതൊക്കെയും മാറ്റിവെക്കുന്ന ചിന്തയാണ്. എങ്കിൽ നിങ്ങൾക്കറിയുമോ, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലസ്സുറുജി, അവനെ നേർവഴിയിൽ നിലനിർത്താൻ, സുഖലോക സ്വർഗത്തിലെത്താൻ മറ്റൊരു മാർഗം സ്വീകരിക്കേണ്ടതില്ല, തേടേണ്ടതില്ല. വമരീദൻ അൻത സായിറുഹു ഖദ് അതാഹു അല്ലാഹു ബിൽഫറജി, രോഗിയാണോ മുത്തുനബിയുടെ സാന്നിധ്യം അവിടെയുണ്ടായാൽ, അൻത സായിറുഹു മുത്തുനബി അവിടെ സന്ദർശിച്ചാൽ, രോഗിയെ സന്ദർശിക്കുന്ന അവസ്ഥയുണ്ടായാൽ, രോഗിയോട് ഇടപെടുന്ന അവസ്ഥയുണ്ടായാൽ, രോഗിയോട് ബന്ധമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടായാൽ, അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ രോഗിയായി കിടക്കുന്ന സമയത്ത് ബുർദ ചൊല്ലാറുണ്ട്, സക്രാത്തിന്റെ ഹാൽ കിടക്കുന്ന സമയത്ത് ബുർദ ചൊല്ലാറുണ്ട്, മൗലിദിന്റെ സംഘടിപ്പിക്കാറുണ്ട്. പഴയകാലത്ത് നമ്മുടെ വാപ്പ മരണപ്പെട്ടാൽ, ഉമ്മ മരണപ്പെട്ടാൽ അവിടെയും അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി, യാസീൻ ഓതി, ഹദീജ ചെയ്യുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗലിദ് ഓതുന്നു. വീട് കുടിയിരിക്കുന്ന സമയത്ത് മൗലിദുണ്ട്, കട്ടിൽ വെക്കുന്ന സമയത്ത് മൗലിദുണ്ട്, വീട്ടിൽ ഏത് പരിപാടിയാണെങ്കിലും ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ സംഘടിപ്പിക്കുന്ന സർവ്വ സദസ്സിനേക്കാളും ഏറ്റവും ഖൈറായ സദസ്സ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെടുന്ന സദസ്സാണ് എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്.